അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ റബ്ബുൽ ഫലഖ്, പുലരിയുടെ രക്ഷിതാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ആ ഒരു വാക്ക് ഫലഖ് എന്താണ്, അതിൻ്റെ തഫ്സീർ എന്താണ്, അത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത വചനത്തിൽ പറയുന്നത് മിൻ ശർരി മാ ഖലഖ്. മിൻ ശർരി, ഷർറ് എന്ന് പറഞ്ഞാൽ വിപത്ത്, കെടുതി, തിന്മ എന്നൊക്കെയാണ്. അപ്പൊ മിൻ ശർരി, കെടുതിയിൽ നിന്ന്. ഇപ്പൊ ഞാൻ അഭയം തേടുന്നു പുലരിയുടെ രക്ഷിതാവിനോട്. ഇനി എന്തിനെ പറ്റിയാണ് അഭയം തേടുന്നത്? അതാണ് പറയുന്നത് മിൻ ശർരി, കെടുതിയിൽ നിന്ന്, വിപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്. മാ ഖലഖ, അവൻ സൃഷ്ടിച്ച ഒന്നിന്റെ, അഥവാ അവന്റെ സൃഷ്ടികളുടെ, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ, ഖലഖ സൃഷ്ടിച്ചു, മാ ഒന്ന്. അപ്പൊ അവൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ കെടുതിയിൽ നിന്ന് അഭയം തേടുന്നു. അള്ളാഹു അല്ലാത്ത എല്ലാം സൃഷ്ടികളാണ്. ഈ ഭൂമിയിൽ അള്ളാഹു അല്ലാത്ത ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സൃഷ്ടികളാണ്. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. അള്ളാഹു അല്ലാത്ത എല്ലാം, ഈ ഭൂമി, ഈ സൂര്യൻ, ഈ പ്രപഞ്ചം, സസ്യങ്ങൾ, ഇതെല്ലാം സൃഷ്ടികളുടെ ഭാഗമാണ്. എല്ലാം അതിൽപ്പെട്ടു. എന്നാൽ എല്ലാത്തിനും ഷെറുണ്ടോ? ചിലത് ഷെറില്ലാത്തതുണ്ട്. നബിമാർ, മലക്കുകൾ, സ്വർഗം, അതിലെല്ലാം ഹൈറ് മാത്രമാണുള്ളത്. ബാക്കിയുള്ളതിൽ ഷെറുണ്ടായേക്കാം. ആ ഷെറുകളെ തൊട്ടാണ് നമ്മൾ കാവലിനെ ചോദിക്കുന്നത്. പല വസ്തുക്കളുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നതുണ്ട്, കാണാൻ കഴിയാത്തതുണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്, മനുഷ്യൻ ഉടമപ്പെടുത്തിയതുണ്ട്, ഉടമപ്പെടുത്താൻ കഴിയാത്തതുണ്ട്. ഇതെല്ലാം, അതിൻ്റെ എല്ലാം കെടുതികളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഒരിക്കലും ഷെറ് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയരുത്. അതുകൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ച ഷെറുകളിൽ നിന്ന് എന്നല്ലല്ലോ ഇവിടെ പറഞ്ഞത്. മിൻ ശർരി മാ ഖലഖ, നീ സൃഷ്ടിച്ച സൃഷ്ടികളുടെ ഷെറാണ്. ഷെറ് സൃഷ്ടികളിലേക്കാണ് ചേർത്തത്, അള്ളാഹുവിലേക്കല്ല. പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, അള്ളാഹുവിലേക്ക് നേരിട്ട് ഷെറ് ചേർക്കുന്ന രീതി ശരിയല്ല. ഒരു വസ്തു അത് ഹൈറാണോ ഷെറാണോ എന്ന് നമുക്കറിയില്ല. അള്ളാഹു എല്ലാം നമ്മുടെ ഹൈറിന് വേണ്ടിയാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഒരു പക്ഷേ ഷെറ് നമുക്ക് പതിയിരിക്കുന്നുണ്ടാകും. സന്താനം, അത് ഷെറായി മാറും. നമ്മുടെ വീട്, അത് ഷെറായി മാറും. നമ്മുടെ വാഹനം, അത് ഷെറായി മാറും. അങ്ങനെ നമുക്ക് ഒരുപക്ഷെ വലിയ നന്മയായി തോന്നുന്ന കാര്യങ്ങൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ഷെറായി മാറിയേക്കാം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹു അല്ലാത്ത മറ്റൊരു അഭയതേട്ടം നമുക്കില്ല. നമ്മൾ ഉറങ്ങുന്ന വീട്, ആ വീട് രാത്രി നമ്മുടെ മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ, അത് നിലം പതിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഷെറായി തീരും. നമ്മൾ ഓടിക്കുന്ന വാഹനം, അതിന് തീ പിടിച്ച് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഹൈറായി കരുതുന്ന അതേ വസ്തു നമ്മുടെ ജീവിതത്തിൽ ഒരു ഷെറായി മാറുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് ഷെറുകൾ ഇത്തരം സൃഷ്ടികളിൽ, ഇത്തരം വസ്തുക്കളിൽ പതിയിരിക്കുന്നുണ്ടാകും. അതിലെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാവലുള്ളത് അള്ളാഹുവിൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രഭാതത്തിൽ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. ഓരോ നമസ്കാര ശേഷവും കാവലിനെ ചോദിക്കുന്നു. രാത്രി ഉറങ്ങാൻ നേരത്ത് കാവലിനെ ചോദിക്കുന്നു.
അല്ലേ? ഉറങ്ങുന്ന സമയത്ത് പോലും അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചാണ് നമ്മൾ കിടക്കുന്നത് എങ്കിൽ എത്ര നിർഭയത്വത്തോടു കൂടെയായിരിക്കും ആ ഉറക്കം. പ്രഭാതത്തിലെ പ്രാർത്ഥനകളിൽ നമ്മൾ ഈ കാവൽ ചോദിക്കുന്നത് മനസ്സറിഞ്ഞുകൊണ്ടാണെങ്കിൽ എത്ര നിർഭയത്വത്തോടു കൂടെയാണ് നമ്മൾ പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, നമ്മുടെ മറ്റു തൊഴിലുകളിലേക്ക് നമ്മൾ ഇറങ്ങുക. കാരണം നമ്മൾ ലോകത്തിന്റെ സട്ടാവായ അള്ളാഹുവിനോടാണ് എല്ലാ ഷെറുകളെ തൊട്ടും കാവലിനെ ചോദിച്ചിട്ടുള്ളത്, അഭയം തേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അർത്ഥമറിഞ്ഞുകൊണ്ട് ഇത്തരം അഭയതേട്ടങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ചുകൊണ്ട് അമലാക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പഠനത്തിന്റെ തുടർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകളെങ്കിലും ഈ ക്ലാസ്സുകൾ ആദ്യമായിക്കൊണ്ട് കേൾക്കുന്നവരുണ്ടാകും. അപ്പൊ തുടക്കം മുതലുള്ളത് കേട്ടുപോവുക. പല ക്ലാസ്സുകളും തുടർച്ചയാണ്. മുന്നേയുള്ള ക്ലാസ് മനസ്സിലാക്കിയാലാണ് ചില പദങ്ങൾ നമ്മൾ മുന്നേയുള്ള ക്ലാസ്സിലായിരിക്കും വിശദീകരിച്ചിട്ടുണ്ടാവുക. അപ്പം അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു പൂർണ്ണത ലഭ്യമാവുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ പഠിതാക്കൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.